ലോസ് ഏഞ്ചൽസിലെ ചില ഫാൻ സോണുകളിലും പ്രതാപ് പോയിരുന്നു. അവിടെ ഗാലറികളിൽ എന്ന പോലെ തന്നെ ഫാൻ സോണുകളിലും വലിയ ആഘോഷമാണ്, ആവേശമാണ്. അവിടെ നൃത്തങ്ങൾ കാണാം, ആർപ്പുകളിൽ കാണാം. ലോസ് ഏഞ്ചൽസിൽ നിന്ന് പ്രതാപ് ഇറക്കിയ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയി. ഫിഫ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിയാത്തവർക്ക് ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് ഫിഫ ഒരുക്കിയിരിക്കുന്നതാണ് ഫാൻ സോൺ എന്ന് പറയുന്ന ഏരിയ. അതും ടിക്കറ്റ് വെച്ചിട്ടാണ്. മിനിമം $50, $150 അങ്ങനെ പല രീതിയിലാണ് ഈ ഫാൻ സോണിൽ ഉള്ള ടിക്കറ്റ് റേറ്റ്. ഫാൻ സോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേഡിയം പോലെയല്ല, മദ്യം കിട്ടും, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ കിട്ടും, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, DJ, ഇത്തരം എല്ലാ സംവിധാനങ്ങളും ഉള്ള രീതിയിലാണ് ഫാൻ സോൺ ക്രമീകരിച്ചിരിക്കുന്നത്. ലോസ് ആഞ്ചൽസിലെ വെനീസ് എന്ന് പറയുന്ന ഒരു ബീച്ച് ഏരിയയിലെ ഫാൻ സോണിന്റെ ദൃശ്യങ്ങളാണ് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ ഇവിടെ ക്യൂ ആണ്. അവിടെ തന്നെ VIP അതുപോലെ തന്നെ നോർമൽ ടിക്കറ്റ്, രണ്ട് ജനറൽ കാറ്റഗറി, രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. VIP കാറ്റഗറിയിൽ $150 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 15,000 രൂപയോളം റേറ്റ് വരും ഫാൻ സോണിലെ ടിക്കറ്റിന് തന്നെ. VIP ടിക്കറ്റിന്. അല്ലാത്ത ടിക്കറ്റിന് 8,000 രൂപയാണ് അതിന്റെ ചാർജ് വരുന്നത്. എന്നാലും ഒരു 9,000 രൂപ ചാർജ് വരുമായിരിക്കും. അപ്പോൾ ഈ ഫാൻ സോണിലുള്ള ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ ഈ ഫാൻ സോണിലേക്ക് വളരെ ക്യൂ ആണ്. പക്ഷേ ഫാൻ സോണിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കും. സ്റ്റേഡിയത്തിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഫാൻ സോണിൽ നമുക്ക് സ്ഥലങ്ങൾ റെസ്ട്രിക്റ്റഡ് അല്ല, കുറച്ചും കൂടെ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പിന്നെ അറിയാലോ, ഒരു ബിയറും കഴിച്ച് കളി കാണുക എന്ന് പറയുന്നത് പൊതുവെ വെള്ളക്കാരുടെ ഒരു രീതിയാണ്. അപ്പം അതെല്ലാം നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ എല്ലാം ഈ ഫാൻ സോണിൽ നമുക്ക് കാണാൻ കഴിയും. ഫാൻ സോൺ ഒരു ഉത്സവ നഗരമാണ് എന്ന് തന്നെ പറയാം. രാവിലെ മുതൽ ടിക്കറ്റ് എടുത്തവരുടെ ക്യൂ ആണ് ഇരുവശങ്ങളിലുമായിട്ട്. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് പണമടച്ചവർക്കാണ് ഇതിനകത്ത് പ്രവേശനമുള്ളത്. ലോസ് ആഞ്ചൽസിലെ വെനീസ് എന്ന് പറയുന്ന ബീച്ച് സൈഡിലെ ഫാൻ സോണിന് മുമ്പിൽ നിന്നും ന്യൂസ് 18 മലയാളത്തിന് വേണ്ടി പ്രതാപ് ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.